നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് തന്ത്രിമണ്ഡലം സംസ്ഥാന സെക്രട്ടറി എസ് രാധാകൃഷ്ണ പോറ്റിയാണ്. തിരുമേനി, ശബരിമലയിലെ വിശ്വാസം, ആചാരം, സമ്പ്രദായം ഇവയെല്ലാം ഭക്തരുടെ കണ്ണീരും ത്യാഗവും ചേർന്നാണ് ഇന്ന് വരെ നിലനിന്നത്. എന്നാൽ ഇന്നത് രാഷ്ട്രീയത്തിന്റെയും സാമ്പത്തികത്തിന്റെയും കൈകളിൽ ഒരു ഉപകരണമാകുന്നുവെന്ന തോന്നലാണ് ഉയരുന്നത്. അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടി ആത്മാർത്ഥമായ ഭക്തി സംഘടനയുടെയോ ദേവസ്വം ബോർഡിന്റെയോ നേതൃത്വത്തിലല്ല, മറിച്ച് മതേതര പ്രതിജ്ഞ എടുത്ത മന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നത് തന്നെ വലിയ സംശയമാണ്. കേസുകളിൽ കുടുക്കി ജയിലിലടച്ച ഭക്തർക്കും തടഞ്ഞു നിർത്തിയ സേവന പ്രവർത്തനങ്ങൾക്കും നീതി കൊടുക്കാതെ യുവതികളെ പോലീസിന്റെ മറവിൽ 18-ാം പടി കയറ്റിയ സർക്കാരാണ് ഇന്ന് ഭക്തസംഗമത്തിന്റെ മുഖ്യ സംഘാടകൻ. അതിനാൽ ചോദിക്കപ്പെടേണ്ടത്, ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഭക്തി സംഗമമാണോ, ശബരിമലയെ വീണ്ടും അശാന്തിയിലാഴ്ത്താനുള്ള രാഷ്ട്രീയ കളിയാണോ? വ്യാപകമായി പണം പിരിച്ചെടുക്കാൻ ആരാണ് അധികാരം കൊടുത്തത്? സ്വാഗത സംഘം രൂപീകരിച്ചത് ആരുടെ അനുമതിയോടെ? ഈ വിഷയത്തിൽ തന്ത്രിമണ്ഡലത്തിന്റെ വ്യക്തമായ പ്രതികരണം തന്നെയാണ് ഭക്തസമൂഹം കാത്തിരിക്കുന്നത്. നമസ്തേ, ഞാൻ എസ് രാധാകൃഷ്ണൻ പോറ്റി, തന്ത്രിമണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി. കഴിഞ്ഞ ദിവസം പമ്പ ക്ഷേത്രത്തിനടുത്ത് വെച്ച് കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തതാണ് ഇപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നത്. മതേതര സർക്കാരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ, ആ സർക്കാരിലെ മതേതര ദേവസ്വം വകുപ്പ് മന്ത്രിയായ ശ്രീ വാസവൻ ശബരിമല അയ്യപ്പ ഭക്തരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിന് ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയുണ്ടായി. തന്ത്രിമണ്ഡലത്തിന്റെ വ്യക്തമായ അഭിപ്രായം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെ ഒരു ഭക്തജന സംഗമം വിളിച്ചു കൂട്ടാൻ അധികാരമില്ല എന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അതില് ഔദ്യോഗിക സ്ഥാനങ്ങളിലെല്ലാം സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണ് തിരികെ കയറ്റിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെപ്പോഴും മതേതരം പ്രവർത്തിക്കുന്നവരായിരിക്കണം, അല്ലാതെ ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകരുത്. അതാണ് നിയമം. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഒരു ഭക്തജന സംഗമം വിളിച്ചു കൂട്ടാൻ ഒക്കും? വളരെ വ്യക്തമാണ്, ഇത് ആജ്ഞാനുവർത്തികളായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ പിരിച്ച് അതിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം നടത്തുന്ന ഗൂഢമായ ഒരു നീക്കമാണ്. അതിനേക്കാൾ ഉപരി ശബരിമല ആചാരങ്ങളെ തച്ചു തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻകാലങ്ങളിൽ നീങ്ങിയിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നടത്താൻ പോകുന്ന ഭക്തജന സംഗമത്തിൽ ഏത് സംഘടനയുടെയും പ്രതിനിധികൾക്ക് പങ്കെടുക്കാമെന്നും അതേപോലെ തന്നെ ആ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെ വിശേഷാൽ ദർശനം സന്നിധാനത്ത് അനുവദിക്കും എന്ന് മുൻകൂറായി തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്ക് വളരെ സ്നേഹപൂർവ്വം ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളത്, അങ്ങേക്ക് അധികാരമില്ലാത്ത ഈ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അതിനെ ശക്തമായി നേരിടാൻ തന്ത്രിമണ്ഡലം തയ്യാറായിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഇതേപോലുള്ള ഇടപെടൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ നടത്തിയപ്പോൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ കാലുകഴിച്ചൂട്ട് എന്ന ചടങ്ങിന് പേര് മാറ്റാം എന്ന് മന്ത്രി തന്നെ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ കേസ് നടത്തി
ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഇങ്ങനെയുള്ള അധികാരങ്ങൾ ഇല്ല എന്ന ഹൈക്കോടതി വിധി വാങ്ങിച്ചവരാണ് തന്ത്രിമണ്ഡലം. അത് തന്നെ വീണ്ടും ആവർത്തിക്കാൻ തന്ത്രിമണ്ഡലത്തിനെ നിർബന്ധിതമാക്കരുത്. ക്ഷേത്ര ആചാരങ്ങളുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് തന്ത്രിയാണ്. അതോടൊപ്പം തന്നെ തന്ത്രി ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കരുതെന്നും ശാസ്ത്രം വിധിക്കുന്നുണ്ട്. എപ്പോഴും ക്ഷേത്രത്തിനെ പറ്റിയും ക്ഷേത്ര ആചാരങ്ങളെ പറ്റി ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ തന്ത്രിയുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ വൈദിക പ്രതിനിധികൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഊരാൻ ഉടമസ്ഥർ, അതായത് ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ്, അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെ പ്രതിനിധികളും നിയമജ്ഞരും ചേർന്ന ഒരു സമിതിക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. അതാണ് തന്ത്ര സമുച്ചയം വിധിച്ചിട്ടുള്ളത്. അതിനെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രമിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് ശക്തമായ താക്കീത് കൊടുത്ത് മാറ്റി നിർത്തേണ്ടത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഇത് വ്യാപകമായി സമ്പത്ത് പിരിച്ച് സർക്കാരിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ആചാരലംഘനത്തിന് ശ്രമിച്ചവരെ വീണ്ടും പല സംഘടനയുടെയും പേരിൽ കൊണ്ടുവന്ന് ശബരിമല പ്രവേശിപ്പിക്കാനും ഉള്ള നീക്കത്തിന്റെ ഭാഗമാണ്. പല പ്രാവശ്യം തന്ത്രിമണ്ഡലം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ക്ഷേത്ര ആചാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര ഭക്തജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളും തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയ വ്യത്യാസം ഉണ്ടാകുന്ന പക്ഷം അല്ലെങ്കിൽ തർക്കം ഉണ്ടാകുന്ന പക്ഷം അത് പരിഹരിക്കുവാനായി സംസ്ഥാന തലത്തിൽ ഈ പറയുന്നത് പോലെ തന്ത്രിമാരുടെ പ്രതിനിധികൾ, വൈദികരുടെ പ്രതിനിധികൾ, ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ, അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനകൾ, ഇവരുടെ ഒക്കെ പ്രതിനിധികളുമായിട്ട് കൂടിയാലോചിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഇത് ഒരു സർക്കാർ സ്ഥാപനമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളാൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇടതുപക്ഷ സർക്കാരും തയ്യാറാകണം. വെറും മേൽനോട്ടം മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അവർ മറന്നു പോവുകയാണ് പലപ്പോഴും. ആ മേൽനോട്ടം പോലും സർക്കാരിനില്ല. അത് ദേവസ്വം മാനുവൽ പരിശോധിച്ചാൽ ഇവർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. എന്തു വന്നാലും ഭക്തർ പ്രതികരിക്കില്ല എന്ന തോന്നലിൽ നിന്നാണ് വീണ്ടും വീണ്ടും ഇതേപോലെ ക്ഷേത്രദ്രോഹപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷ സർക്കാരിന് ധൈര്യം കൊടുക്കുന്നു. അത് ഇവിടെ അവസാനിപ്പിക്കണം. അതിനായിട്ട് കേരളത്തിലെ ഭക്തജനങ്ങളെല്ലാം തന്ത്രിമണ്ഡലത്തോടൊപ്പം അണിനിരക്കണമെന്നും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം ഞങ്ങളോടൊപ്പം അണിനിരക്കണമെന്നും ആഹ്വാനം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ലക്ഷ്യമറിയാത്ത യാത്രയേക്കാൾ അർത്ഥരഹിതമാണ് വഴിയറിയാതെയുള്ള യാത്ര. ആകാശത്തിലൂടെയാണ് തങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന് തിരിച്ചറിവില്ലാത്ത ഓരോ പറവയും പുഴുവായി ഭൂമിയിൽ ഇഴഞ്ഞു നടക്കേണ്ടി വരും. വഴിമാറി സഞ്ചരിക്കാം, പക്ഷേ വഴി തെറ്റി സഞ്ചരിക്കരുത്. അഥവാ തെറ്റായി തുടങ്ങിയാൽ തന്നെ തിരിച്ചറിയുമ്പോൾ തിരുത്താൻ കഴിയണം. ശബരിമലയുടെ സംരക്ഷണവും അയ്യപ്പസ്വാമിയുടെ മഹത്വവും പാർട്ടി രാഷ്ട്രീയത്തെക്കാൾ ഉയർന്നതാണ് എന്ന സത്യം സർക്കാർ തിരിച്ചറിയുന്ന ദിവസം മാത്രമേ യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഗമം നടക്കുകയുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സബ് കമ്മിറ്റികളുടെ തലപ്പത്തിരുന്നാൽ തന്ത്രിമണ്ഡലം നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ തെളിവാണ്. വിശ്വാസത്തോടുള്ള ഉത്തരവാദിത്തം തിരിച്ചറിയാത്ത ഭരണകൂടത്തെക്കാൾ ഭക്തസമൂഹത്തിന്റെ ശബ്ദമാണ് ശബരിമലയെ സംരക്ഷിക്കുക. ഇത്രയും നേരം നമ്മോടുകൂടെ സഹകരിച്ച തിരുമേനിക്ക് നന്ദി.